നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ജർമ്മനിയിൽ വിശുദ്ധ കുർബാന നടക്കുന്നതിനിടെ ദൈവാലയത്തിന് നേരെ അജ്ഞാതരുടെ വെടിവെപ്പ്. 98,000 പേരിലധികം താമസക്കാരുള്ള ഹനൌവിലെ കത്തോലിക്ക ദേവാലയത്തിലാണ് സംഭവം നടന്നത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ജർമ്മനിയിൽ വിശുദ്ധ കുർബാന നടക്കുന്നതിനിടെ ദേവാലയത്തിന് നേരെ അജ്ഞാതരുടെ വെടിവെപ്പ്. ഏകദേശം 98,000 പേർ താമസിക്കുന്ന ഹനൌവിലെ കത്തോലിക്ക ദേവാലയത്തിലാണ് സംഭവം നടന്നത്. ആക്രമണ സമയത്ത് 200ഓളം വിശ്വാസികൾ ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരുന്നു. വലിയ ശബ്ദത്തോടെ ജനൽ ചില്ലുകൾ തകർന്നു വീണപ്പോഴാണ് ആക്രമണം നടന്ന വിവരം വിശ്വാസികൾ അറിയുന്നത്. തകർന്ന ഗ്ലാസ് കഷ്ണങ്ങൾ ശരീരത്തിൽ പതിച്ച് ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റതൊഴിച്ചാൽ വലിയൊരു ദുരന്തമാണ് ഇവിടെ ഒഴിവായത്. സംഭവത്തിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കെട്ടിടത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി 5 മില്ലിമീറ്റർ വ്യാസമുള്ള ബുള്ളറ്റുകൾ കണ്ടെടുത്തു. ആക്രമണത്തിനായി ഉപയോഗിച്ചത് എയർസോഫ്റ്റ് തോക്കാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന 3 മില്ലിമീറ്റർ വ്യാസമുള്ള വെളുത്ത പ്ലാസ്റ്റിക് ബോളുകളും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തി. ആക്രമണത്തിൽ ദേവാലയത്തിന് ഏകദേശം $5,800 നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വിശുദ്ധ കുർബാന കൃത്യമായി നടക്കുന്ന സമയം നോക്കി ആക്രമണം നടത്തിയതിനാൽ ഇത് ആസൂത്രിതമായ ഒരു വിദേശ ആക്രമണമാണോ എന്ന നിരീക്ഷണത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പ്രതികൾക്കായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ആഗോള കത്തോലിക്ക സമൂഹത്തോട് പ്രാർത്ഥനകൾ യാചിച്ച് നൈജീരിയയിലെ ഓയോ രൂപത മെത്രാൻ. നൈജീരിയയിൽ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 50-ലധികം വരുന്ന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷിതമായ മോചനത്തിനായി ഓയോ രൂപത മെത്രാൻ ബദേജോ ഇമാനുവൽ ആഗോള കത്തോലിക്ക സമൂഹത്തോട് പ്രാർത്ഥനകൾ യാചിച്ചു. ഓയോ സംസ്ഥാനത്തുള്ള ഓഗസ്റ്റ് ബോമസയിലെ വിവിധ സ്കൂളുകളിൽ നിന്നാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. നൈജീരിയയിൽ സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയ 50-ലധികം വരുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷിതമായ മോചനത്തിനായി പ്രാർത്ഥനയോടെ വിശ്വാസ സമൂഹം. നൈജീരിയയിലെ ഓയോ സംസ്ഥാനത്തുള്ള ഒഗ്മബോസായിലെ വിവിധ സ്കൂളുകളിൽ നിന്നാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ഇവരുടെ മോചനത്തിനായി ഓയോ രൂപത മെത്രാൻ ബിഷപ്പ് ബദേജോ എമാനുവൽ ആഗോള കത്തോലിക്ക സമൂഹത്തോട് പ്രാർത്ഥന യാചിച്ചിട്ടുണ്ട്. മെയ് 15-നായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച സംഭവം നടന്നത്. ബൈക്കുകളിലെത്തിയ ആയുധധാരികളായ സംഘം വിവിധ സ്കൂളുകൾ വളഞ്ഞ് 45 വിദ്യാർത്ഥികളെയും ഒരു പ്രിൻസിപ്പാലിനെയും 7 അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ക്രൂരമായ ഈ ആക്രമണത്തിനിടയിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അത്യന്തം ദൗർഭാഗ്യകരവും ദുഃഖകരവുമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്ന് ബിഷപ്പ് ബദേജോ എമാനുവൽ പറഞ്ഞു. ഇനി മുതൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനകളിലും തടങ്കിൽ കഴിയുന്നവരുടെ സുരക്ഷിതമായ മോചനത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണം. പെന്തകുസ്ത തിരുനാളിന് ഒരുക്കമായുള്ള പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനയിലും മറ്റ് മധ്യസ്ഥ പ്രാർത്ഥനകളിലും ഈ നിയോഗം വിശ്വാസികൾ ഉൾപ്പെടുത്തണമെന്നും ബിഷപ്പ് അഭ്യർത്ഥിച്ചു. യവോത്തായിലുള്ള ബാപ്റ്റിസ്റ്റ് നഴ്സറി ആൻഡ് പ്രൈമറി സ്കൂളുകൾ, എസിയലായിലെ ഗ്രാമർ സ്കൂൾ, ഒഗ്ബോമോസായിലെ എൽഎ പ്രൈമറി സ്കൂൾ എന്നിവ ലക്ഷ്യമാക്കിയായിരുന്നു സായുധ സംഘത്തിന്റെ ആസൂത്രിത ആക്രമണം. തട്ടിക്കൊണ്ടുപോയ പ്രിൻസിപ്പലും ഒരു അധ്യാപികയും തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ മെയ് 17-ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. ഇതിനിടയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട അധ്യാപകരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ഓയോ സംസ്ഥാന ഗവർണർ സ്ഥിരീകരിച്ചത് ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ ദൃശ്യങ്ങളും ശബ്ദങ്ങളും മനുഷ്യന്റെ സ്വാഭാവിക ജീവിതാനുഭവങ്ങൾക്കും സാമൂഹിക വ്യവസ്ഥിതിക്കും ഗുരുതരമായി ഭീഷണി ഉയർത്തുന്നതായി മുന്നറിയിപ്പ് നൽകി വത്തിക്കാൻ. ആന്റിക്വ എത്ത് നോവ എന്ന പേരിൽ വത്തിക്കാൻ പുറത്തിറക്കിയ പുതിയ പഠനരേഖയിലാണ് ഡിജിറ്റൽ യുഗത്തിലെ ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ ദൃശ്യങ്ങളും ശബ്ദങ്ങളും മനുഷ്യന്റെ സ്വാഭാവിക ജീവിതാനുഭവങ്ങൾക്കും സാമൂഹിക വ്യവസ്ഥിതിക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി മുന്നറിയിപ്പ് നൽകി വത്തിക്കാൻ. ആന്റിക്വ എത്ത് നോവ എന്ന പേരിൽ വത്തിക്കാൻ പുറത്തിറക്കിയ പുതിയ പഠനരേഖയിലാണ് ഡിജിറ്റൽ യുഗത്തിലെ ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. വിശ്വാസ തിരുസംഘം, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവ സംയുക്തമായാണ് AI സാങ്കേതിക വിദ്യയുടെ ആഘാതങ്ങളെക്കുറിച്ചുള്ള ഈ സമഗ്ര പഠനം തയ്യാറാക്കിയത്. നിർമ്മിത ബുദ്ധി മനുഷ്യന് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെങ്കിലും അതിന്റെ ദുരുപയോഗം വരും തലമുറയെയും സാമൂഹിക ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന് വത്തിക്കാൻ ചൂണ്ടിക്കാട്ടുന്നു. യാഥാർത്ഥ്യമേത് വ്യാജമേത് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം നിർമ്മിക്കപ്പെടുന്ന ഡീപ് ഫേക്കുകൾ ജനാധിപത്യ പ്രക്രിയകളെ അട്ടിമറിക്കുവാനും വ്യക്തിഹത്യ നടത്തുവാനും സമൂഹത്തിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണകൾ പടർത്തുവാനും കാരണമാകുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും വ്യക്തിബന്ധങ്ങളിലും AI-യുടെ അമിത സ്വാധീനം മനുഷ്യന്റെ സ്വതന്ത്രവും വിമർശനാത്മകവുമായ ചിന്താശേഷിയെ ഇല്ലാതാക്കുമെന്ന് വത്തിക്കാൻ ആശങ്കപ്പെടുന്നു. ലോകത്തെ സ്വാധീനിക്കുന്ന പ്രധാന AI സാങ്കേതിക വിദ്യകളെല്ലാം ചുരുക്കം ചില വൻകിട ആഗോള കമ്പനികളുടെ കൈകളിൽ മാത്രം ഒതുങ്ങുന്നത് വലിയ തോതിലുള്ള അസമത്വങ്ങൾക്കും മനുഷ്യന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾക്കും വഴിവെക്കും. വിനാശകരമായ ആയുധ നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെ AI ഉപയോഗിക്കുന്നത് ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും ഒരു യന്ത്രത്തിനും മനുഷ്യജീവൻ അവസാനിപ്പിക്കുവാനുള്ള തീരുമാനമെടുക്കുവാൻ അവകാശമില്ലെന്നും വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. ലിയോ പാപ്പയുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം എപ്രകാരമാണ്? ആഗോള സഭയുടെ തലവൻ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കാം? ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. ലിയോ 14 പാപ്പയുടെ
പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ വിവരങ്ങൾ പങ്കുവച്ച് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. ലിയോ 14 പാപ്പയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഫാദർ എഡ്ഗാർ റിമൈക്കൂന പാപ്പയുടെ പ്രാർത്ഥനാ ജീവിതത്തെയും സഭാഭരണ ശൈലിയെയും കുറിച്ചുള്ള ഹൃദയസ്പർശിയായ വിവരങ്ങൾ പങ്കുവച്ചു. പ്രാർത്ഥനയും നിശബ്ദതയും സമാധാനത്തിനായുള്ള നിരന്തര ആഹ്വാനവുമാണ് ലിയോ പാപ്പയുടെ ദൈനംദിന ജീവിതത്തിന്റെ കേന്ദ്രമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റീനിയൻ പുറത്തുവിട്ട അഭിമുഖത്തിലാണ് ഫാദർ റിമൈക്കൂന പാപ്പയുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. പരിശുദ്ധ കുർബാനയോടെയാണ് ആഗോള സഭയുടെ തലവന്റെ ഒരു ദിനം ആരംഭിക്കുന്നത് തന്നെ. തുടർന്ന് ലിറ്റർജി ഓഫ് ദ ഹവേഴ്സ് എന്ന ഔദ്യോഗിക പ്രാർത്ഥന, ജപമാല എന്നിവ പാപ്പ യഥാവിധം മുടക്കമില്ലാതെ നിർവഹിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പല സമയങ്ങളിലായി ചാപ്പലിൽ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നിശബ്ദമായി പ്രാർത്ഥനയിൽ വലിയിടയൻ സമയം ചെലവഴിക്കും. ദൈവസാന്നിധ്യം അന്വേഷിക്കുന്ന വ്യക്തിയാണ് ലിയോ പാപ്പയെന്നും സെക്രട്ടറി വ്യക്തമാക്കി. പാപ്പ എപ്പോഴും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കുന്നു. വിശുദ്ധ അഗസ്റ്റീന്റെ ആത്മീയ ചിന്തകളാണ് പാപ്പയെ ആഴത്തിൽ സ്വാധീനിച്ചതെന്നും ഫാദർ റിമൈക്കൂന പറഞ്ഞു. അതേസമയം ഈ ആത്മീയതയാണ് ആളുകളോടുള്ള പാപ്പയുടെ സമീപനത്തിലും പ്രകടമാകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഹായം തേടിയെത്തുന്നവർക്കായി സമയം കണ്ടെത്തുകയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ലിയോ പാപ്പ. സഭാഭരണത്തിലും അദ്ദേഹം ക്ഷമയോടും വിവേകത്തോടുമാണ് പ്രവർത്തിക്കുന്നതെന്ന് സെക്രട്ടറി പറഞ്ഞു. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയല്ല. ആദ്യം കേൾക്കും, പിന്നെ ആലോചിക്കും, നല്ല അഭിപ്രായങ്ങളും പരിഗണിക്കും. സംഘർഷം ഒഴിവാക്കി പാലങ്ങൾ പണിയുവാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് പാപ്പയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും പാപ്പയെ ഏറെ വേദനിപ്പിക്കുന്നുവെന്നും പ്രത്യേകിച്ച് ഉക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും സംഘർഷങ്ങൾ അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുന്നുവെന്നും ഫാദർ റിമൈക്കൂന പറഞ്ഞു. പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞ ആദ്യ വാക്കുകൾ തന്നെ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന ആഹ്വാനമായിരുന്നുവെന്നും സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. സാർവത്രിക സഭയെ നയിക്കുന്ന പാപ്പയ്ക്ക് വിശ്വാസികളുടെ പ്രാർത്ഥനകൾ എന്നും ആവശ്യമാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഫാദർ എഡ്ഗാർ റിമൈക്കൂന അഭിമുഖം അവസാനിപ്പിച്ചത്. ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളും യുവജനങ്ങളെ അലട്ടുന്ന ഈ കാലത്ത് ഇറ്റലിയിലെ ഒരു 18-കാരന് മാർപ്പാപ്പ നൽകിയ മറുപടി ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് പ്രത്യാശയായി മാറുകയാണ്. ലിയോ 14 പാപ്പ ഒരു വിദ്യാർത്ഥിക്ക് എഴുതിയ ഹൃദയസ്പർശിയായ കത്താണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇറ്റലിയിലെ റിജിയോ കലാബ്രിയിൽ നിന്നുള്ള പീട്രോ എന്ന 18 വയസ്സുകാരൻ തന്റെ ജീവിതത്തിലെ ആശങ്കകളും ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പയ്ക്ക് കത്തെഴുതിയത്. സ്കൂൾ പഠനം പൂർത്തിയാക്കി പുതിയ ജീവിതഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അടുത്ത സുഹൃത്തുക്കളെ നഷ്ടപ്പെടുമോ എന്ന ഭയവും ദൈവം തനിക്കായി ഒരുക്കിയിരിക്കുന്ന വഴി എന്താണെന്ന ആശങ്കയും യുവാവ് പങ്കുവച്ചു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാസികയായ പിയാസ സാൻ പിയട്രോയുടെ പുതിയ പതിപ്പിലാണ് ആ കത്തും അതിന് പാപ്പ നൽകിയ മറുപടിയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യേശു ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നുവെന്ന ഉറച്ച സന്ദേശത്തോടെയാണ് പാപ്പയുടെ മറുപടി ആരംഭിക്കുന്നത്. നിന്റെ ചോദ്യങ്ങളും സ്വപ്നങ്ങളും ഭയങ്ങളും ഉൾപ്പെടെ നീ ഇന്നുള്ള അവസ്ഥയിൽ തന്നെ യേശു നിന്നെ സ്നേഹിക്കുന്നുവെന്നാണ് പാപ്പ കുറിച്ചത്. സൗഹൃദങ്ങളെക്കുറിച്ചുള്ള പീട്രോയുടെ ഭയത്തിനും പാപ്പ ഏറെ കരുതലോടെ മറുപടി നൽകി. യേശുവിനും സൗഹൃദങ്ങളും വേർപാടുകളും അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച മാർപ്പാപ്പ യഥാർത്ഥ സ്നേഹവും നന്മയും ഒരിക്കലും പൂർണ്ണമായി നഷ്ടപ്പെടില്ലെന്നും പറഞ്ഞു. അവസാനിക്കുന്നതെല്ലാം ഒരു പരാജയമല്ല, ചിലപ്പോൾ അത് വളർച്ചയിലേക്കുള്ള ഒരു പുതിയ പടിയായിരിക്കുമെന്ന് ലിയോ പാപ്പ കുറിച്ചു. പ്രാർത്ഥന, ദൈവവചനം, പരിശുദ്ധ കുർബാന, നല്ല മാർഗനിർദ്ദേശങ്ങൾ എന്നിവയിലൂടെ ജീവിതത്തിലെ ശരിയായ തീരുമാനങ്ങൾ തിരിച്ചറിയാനാകുമെന്ന് മാർപ്പാപ്പ പീട്രോയെ ഉപദേശിച്ചു. കത്തിന്റെ അവസാനത്തിൽ യുവത്വത്തിൽ തന്നെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ദൈവത്തിൽ വിശ്വസിച്ച പരിശുദ്ധ അമ്മ മറിയത്തിന്റെ സംരക്ഷണത്തിന് പീട്രോയെ മാർപ്പാപ്പ സമർപ്പിക്കുകയും ചെയ്തു. മനസ്സിലെ അസ്വസ്ഥതകൾ ഒരു മോശം ലക്ഷണമായി കാണേണ്ടതില്ലെന്നും അത് ദൈവം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണെന്നും ഓർമ്മിപ്പിക്കുന്ന പാപ്പയുടെ കത്ത് പീട്രോയ്ക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ മറ്റനേകം യുവജനങ്ങൾക്കും ആശ്വാസം പകരുന്നു. തരംഗമായി അമേരിക്കൻ എക്യൂമെനിക്കൽ സമ്മേളന വേദിയിലെ ജോനത്തൻ റൂമിയുടെ പ്രസംഗം. മിനിറ്റിന് $2 കൊടുത്ത് ഇന്റർനെറ്റിലെ AI യേശുവിനോട് സംസാരിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ യേശു നിങ്ങളുടെ തൊട്ടുമുമ്പിൽ കൈകൾ നീട്ടി നിൽപ്പുണ്ട്. ജോനത്തിന്റെ ആവേശം കൊള്ളിക്കുന്ന വാക്കുകളിലേക്ക്. മിനിറ്റിന് $2 കൊടുത്ത് ഇന്റർനെറ്റിലെ AI യേശുവിനോട് സംസാരിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ യേശു നിങ്ങളുടെ തൊട്ടുമുമ്പിൽ കൈകൾ നീട്ടി നിൽപ്പുണ്ട്. ലോകപ്രശസ്ത ബൈബിൾ പരമ്പരയായ ദി ചോസൻ എന്ന സീരീസിൽ യേശുക്രിസ്തുവായി അഭിനയിച്ച് ശ്രദ്ധേയനായ ഹോളിവുഡ് താരം ജൊനാഥൻ റൂമിയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത്. അമേരിക്കയെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ മാളിൽ നടന്ന വിപുലമായ എക്യുമെനിക്കൽ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ആഹ്വാനം നടത്തിയത്.
അമേരിക്കൻ ഐക്യനാടുകളുടെ 250-ാം വാർഷികത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഈ ചരിത്ര ചടങ്ങ് സംഘടിപ്പിച്ചത്. രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ ആത്മീയ നേതാക്കളും ആയിരക്കണക്കിന് ജനങ്ങളും പങ്കെടുത്ത പ്രാർത്ഥനാ സമ്മേളനത്തിൽ അമേരിക്കയെ വീണ്ടും ദൈവത്തിന് കീഴിലുള്ള ഒരൊറ്റ ദേശമായി പ്രഖ്യാപിച്ച് പുനർസമർപ്പിച്ചു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടാണ് അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാർ രാജ്യത്തിന് നൽകിയതെന്നും അത് രാജ്യത്തിന് ശക്തമായ അടിത്തറയായി മാറിയെന്നും റൂമി തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. വിശ്വാസത്തിന്റെ കേന്ദ്രം പ്രാർത്ഥനയാണ്. വ്യക്തിപരമായി മാത്രമല്ല, ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒന്നടങ്കം നാം ദൈവത്തിലേക്ക് മടങ്ങേണ്ട സമയമാണിത്. പ്രാർത്ഥിച്ചിട്ടും മനസ്സിൽ ഭാരം തോന്നുന്നുവെങ്കിൽ പോയി കുമ്പസാരിക്കുക. അനുതാപത്തിന് വലിയ ശക്തിയുണ്ട്. സങ്കീർത്തനം 33 ഉദ്ധരിച്ചുകൊണ്ട് റൂമി പറഞ്ഞു. തന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അദ്ദേഹം പ്രസംഗത്തിൽ പങ്കുവച്ചു. 1981 അമേരിക്കൻ പ്രസിഡന്റും മാർപ്പാപ്പയും അടുത്തടുത്ത ദിവസങ്ങളിൽ വെടിയേറ്റപ്പോഴും രാജ്യം വലിയ ഭീഷണികൾ നേരിട്ടപ്പോഴും ഒരു കുട്ടി എന്ന നിലയിൽ തനിക്ക് ഭയമില്ലായിരുന്നു. സ്കൂളുകളിൽ നിന്നും രാവിലെ ചൊല്ലിയിരുന്ന വൺ നേഷൻ അണ്ടർ ഗോഡ് എന്ന വാചകം തനിക്ക് വലിയ ധൈര്യമാണ് നൽകിയതെന്നും അമേരിക്കയ്ക്ക് എന്നും ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് താൻ വിശ്വസിക്കുന്നതായും റൂമി അനുസ്മരിച്ചു. വരും തലമുറകളിലും അമേരിക്ക ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ജനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനയോടെയാണ് റൂമി പ്രസംഗം അവസാനിപ്പിച്ചത്. ജൊനാഥൻ റൂമിക്ക് പുറമെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, കത്തോലിക്ക സഭയിലെ പ്രമുഖരായ കർദിനാൾ തിമോത്തി ഡോളൻ, ബിഷപ്പ് റോബർട്ട് ബാരൻ തുടങ്ങി നിരവധി പ്രമുഖർ വാഷിംഗ്ടണിലെ ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക വീഡിയോ സന്ദേശവും സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. ഇസ്രായേൽ വിസ പുതുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള കത്തോലിക്ക വൈദികൻ ഫാദർ ലൂയിസ് സൽമാൻ സ്വദേശത്തേക്ക് മടങ്ങി. സുവിശേഷത്തിന്റെയും നീതിയുടെയും ദൗത്യം തുടർന്നുകൊണ്ട് താൻ ജോർദാനിലേക്ക് മടങ്ങുന്നു. വിടവാങ്ങൽ സന്ദേശത്തിൽ ഫാദർ ലൂയിസ് പറഞ്ഞു, പ്രിയ ഇടയനെ കണ്ണീരോടെ യാത്രയാക്കി അജഗണം. വിസ പുതുക്കി നൽകാൻ ഇസ്രായേൽ ഭരണകൂടം വിസമ്മതിച്ചതിനെ തുടർന്ന് ബെത്ലഹേമിന് സമീപമുള്ള ബെയ്റ്റ് സഹൂരിയിൽ സേവനം ചെയ്തിരുന്ന പ്രമുഖ കത്തോലിക്ക വൈദികൻ സ്വദേശത്തേക്ക് മടങ്ങി. പലസ്തീനിലെ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഫാദർ ലൂയിസ് സൽമാനാണ് ഇസ്രായേൽ സർക്കാരിന്റെ കടുംപിടുത്തത്തെ തുടർന്ന് മാതൃരാജ്യമായ ജോർദാനിലേക്ക് മടങ്ങിയത്. യേശുക്രിസ്തുവിന്റെ ജനനം ഇടയന്മാർക്ക് വെളിപ്പെടുത്തിയ പുണ്യസ്ഥലമായി വിശ്വസിക്കപ്പെടുന്ന ബെയ്റ്റ് സഹൂർ പട്ടണത്തിൽ അദ്ദേഹം അർപ്പിച്ച അവസാന പരിശുദ്ധ കുർബാന അതീവ വൈകാരികമായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ പ്രീമിയർ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട പലസ്തീൻ മണ്ണ് വിട്ട് സുവിശേഷത്തിന്റെയും നീതിയുടെയും ദൗത്യം തുടർന്നുകൊണ്ട് താൻ ജോർദാനിലേക്ക് മടങ്ങുകയാണെന്ന് അദ്ദേഹം ഇടവക ജനങ്ങൾക്ക് നൽകിയ വിടവാങ്ങൽ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഫാദർ ലൂയിസിന്റെ അവസാന ദിവ്യബലിയിൽ നൂറുകണക്കിന് വിശ്വാസികളും 150ഓളം യുവജനങ്ങളും പങ്കെടുത്തു. പാലസ്തീനിലെ യുവജനങ്ങളുടെ ചാപ്ലിൻ എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്ന ഫാദർ ലൂയിസ് യുവാക്കൾക്കിടയിൽ ചെലുത്തിയ സ്വാധീനവും രാഷ്ട്രീയ വീക്ഷണങ്ങളുമാണ് ഇസ്രായേൽ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 4 വർഷം മുമ്പ് പലസ്തീനിൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട പ്രമുഖ മാധ്യമ പ്രവർത്തകയും ക്രൈസ്തവ വിശ്വാസിയുമായ ഷീരിൻ അബു അക്ലേയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്കും വിലാപയാത്രയ്ക്കും നേതൃത്വം നൽകിയത് ഫാദർ ലൂയിസ് ആയിരുന്നു. ഈ സംഭവം ഉൾപ്പെടെ മേഖലയിൽ അദ്ദേഹം ചെലുത്തുന്ന ശക്തമായ സ്വാധീനത്തിലുള്ള ആശങ്കയാണ് താമസാനുമതി നിഷേധിക്കുന്നതിലേക്ക് ഇസ്രായേലിനെ നയിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. വിശുദ്ധവാരത്തിലും ഈസ്റ്റർ ചടങ്ങുകളിലും ഇസ്രായേൽ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ, കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ തീവ്രവാദികളിൽ നിന്നുണ്ടായിരുന്ന അതിക്രമങ്ങൾ, ക്രൈസ്തവ പ്രതീകങ്ങൾ തകർക്കൽ തുടങ്ങി വിശുദ്ധ നാട്ടിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഭീഷണികൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ജനപ്രിയനായ ഒരു വൈദികനെ കൂടി ഇസ്രായേൽ ഭരണകൂടം പുറത്താക്കിയിരിക്കുന്നത്. പാഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ 2ാം ഭാഗമായ ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വെളിപ്പെടുത്തി സംവിധായകൻ മെൽ ഗിബ്സൺ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളും വിശ്വാസികളും ഒരേപോലെ കാത്തിരുന്ന ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന വിഖ്യാത ചിത്രത്തിന്റെ 2ാം ഭാഗമായ ദി റീസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ആദ്യ അണിയേറ വിശേഷങ്ങൾ സംവിധായകൻ മെൽ ഗിബ്സൺ വെളിപ്പെടുത്തി. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. 2004 പുറത്തിറങ്ങി ആഗോളതലത്തിൽ വൻതരംഗം സൃഷ്ടിച്ച ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന ചിത്രം യേശുവിന്റെ അവസാനത്തെ 12 മണിക്കൂറുകളെയാണ് ദൃശ്യവൽക്കരിച്ചതെങ്കിൽ പുതിയ ചിത്രം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനും പുനരുദ്ധാനത്തിനുമിടയിലുള്ള നിഗൂഢവും ആത്മീയവുമായ അവസ്ഥകളെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഹോളിവുഡ് മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളനുസരിച്ച് ഇറ്റലിയിലെ പ്രശസ്തമായ സിനിസിസ്റ്റർ സ്റ്റുഡിയോസ് ഉൾപ്പെടെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നത്. ഇത്തവണ വലിയ മാറ്റങ്ങളോടെയാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത്. മുൻ ചിത്രത്തിൽ യേശുവെ വേഷമിട്ട ജിം കാവിസലിന് പകരം ഫിൻലാൻഡ് താരം യാക്കോ ഒഹ്ദോനാണ് പുതിയ ചിത്രത്തിൽ യേശുക്രിസ്തുവായി എത്തുന്നത്. മറിയമായി കാസിയസ് മുദാനിക്കും മഗ്ദലന മറിയമായി
മരിയേല ഗാരിഗയും വേഷമിടുന്നു. അതേസമയം സാങ്കേതികപരമായ കാരണങ്ങളാലും ഡിജിറ്റൽ ഡി-ഏജിംഗ് പ്രക്രിയയുടെ ഭീമമായ ചെലവുകൾ ഒഴിവാക്കാനുമാണ് അഭിനേതാക്കളെ പൂർണ്ണമായി മാറ്റാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഓസ്കാർ ജേതാവായ റാഡൽ വാൽസുമായി ചേർന്നാണ് ഗിബ്സൺ ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങളോളം ചരിത്രകാരന്മാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സിനിമയുടെ ഘടന പൂർത്തിയാക്കിയത്. കേവലം ഒരു ചരിത്ര വിവരണത്തിനപ്പുറം നന്മയും തിന്മയും തമ്മിലുള്ള ആത്മീയ പോരാട്ടം, പാതാളത്തിലേക്കുള്ള ക്രിസ്തുവിന്റെ ഇറങ്ങിച്ചെല്ലലും ഉൾപ്പെടുന്ന ഒരു ദൃശ്യവിസ്മയമായിരിക്കും ഈ ചിത്രമെന്ന് ഗിബ്സൺ സൂചന നൽകി. 2 ഭാഗങ്ങളായി റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗം 2027 മെയ് 6-നും രണ്ടാം ഭാഗം 2028 മെയ് 25-നുമാണ് റിലീസ് ചെയ്യുന്നത്. നൈജീരിയയുടെ വടക്കു കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ നൈജീരിയൻ US സംയുക്ത ആക്രമണങ്ങളിൽ 175 ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. രാജ്യത്തിലുടനീളമുള്ള സായുധ സംഘങ്ങൾ സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കിയതോടെ ഫെബ്രുവരിയിൽ അമേരിക്ക നൈജീരിയയിലേക്ക് സൈന്യത്തെ അയക്കുകയും പ്രസിഡന്റ് ട്രംപ് ക്രൈസ്തവ വംശഹത്യക്കെതിരെ ശക്തമായ താക്കീത് നൽകുകയും ചെയ്തിരുന്നു. നൈജീരിയയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നൈജീരിയൻ US സംയുക്താക്രമണങ്ങളിൽ 175 ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. രാജ്യത്തുടനീളമുള്ള സായുധ സംഘങ്ങൾ സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കിയതോടെ ഫെബ്രുവരിയിൽ അമേരിക്ക നൈജീരിയയിലേക്ക് സൈന്യത്തെ അയക്കുകയും ട്രംപ് നൈജീരിയയിലെ ക്രൈസ്തവ വംശഹത്യക്കെതിരെ ശക്തമായ താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ISIS തീവ്രവാദ സംഘത്തിന്റെ ആഗോളതലത്തിലെ 2ാം നിര കമാൻഡറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ബൊക്കോഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ്, വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യ തുടങ്ങിയ തീവ്രവാദ സംഘങ്ങൾ സജീവമായ ഈ മേഖല 2009 മുതൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിടിയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഈ മേഖലയിൽ തീവ്രവാദാക്രമണങ്ങളിൽ 40,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 20 ദശലക്ഷത്തിലധികം പേർ കുടിയിറക്കപ്പെടുകയും ചെയ്തു. ഫെബ്രുവരിയിൽ US നൈജീരിയയിലേക്ക് സൈന്യത്തെ അയച്ചത് പ്രധാനമായും നൈജീരിയൻ സേനയ്ക്ക് കൃത്യമായ പരിശീലന ചുമതലയുമായി ആയിരുന്നു. അവസാനം നടന്ന നൈജീരിയൻ US സംയുക്ത ഓപ്പറേഷനിൽ US ഇടപെടൽ കൂടുതൽ സജീവമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും സജീവമായ തീവ്രവാദി എന്നറിയപ്പെടുന്ന IS നേതാവായ അബു ബിലാൽ അൽ-മിനിക്കിയെ കഴിഞ്ഞ ദിവസം US നൈജീരിയൻ സൈന്യങ്ങൾ ആക്രമണത്തിൽ വധിച്ചിരുന്നു. സംയുക്താക്രമണങ്ങളുടെ ഫലമായി IS ചെക്ക് പോസ്റ്റുകൾ, ആയുധ ശേഖരണ കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, യുദ്ധോപകരണങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ നിലനിർത്താൻ ഉപയോഗിച്ചിരുന്ന സാമ്പത്തിക ശൃംഖലകൾ എന്നിവ നശിപ്പിക്കപ്പെട്ടുവെന്നും സൈന്യം അറിയിച്ചു. അൽ-മിനിക്കിയുടെ മരണവാർത്ത പുറത്തു വന്നതിനു ശേഷം നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞു. രാജ്യമെമ്പാടുമുള്ള എല്ലാ തീവ്രവാദ കേന്ദ്രങ്ങൾക്കുമെതിരെ കൂടുതൽ നിർണായകമായ ആക്രമണങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണങ്ങളുടെ വർധനവ് 2025-ൽ രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായിരുന്നു. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് നൈജീരിയയിൽ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്നും ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരെയുള്ള വംശഹത്യക്കെതിരെ ശക്തമായി തിരിച്ചടി നൽകുമെന്നും മുന്നറിയിപ്പും നൽകിയിരുന്നു. ഗ്രീൻലൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെ ദ്വീപിൽ പ്രതിഷേധം ഇരമ്പുന്നു. ഗ്രീൻലാൻഡിന്റെ പരമാധികാരത്തിന്മേലുള്ള അമേരിക്കൻ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ച് തലസ്ഥാനമായ ന്യൂക്കിലെ പുതിയ US കോൺസുലേറ്റിന് മുന്നിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങളാണ് മാർച്ച് നടത്തിയത്. ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കുവാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെ ദ്വീപിൽ പ്രതിഷേധം ഇരമ്പുന്നു. ഗ്രീൻലാൻഡിന്റെ പരമാധികാരത്തിന്മേലുള്ള അമേരിക്കൻ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ച് തലസ്ഥാനമായ നൂക്കിലെ പുതിയ US കോൺസുലേറ്റിന് മുന്നിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങളാണ് മാർച്ച് നടത്തിയത്. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡുകാർക്കുള്ളതാണ്, അമേരിക്ക ഇങ്ങോട്ട് വരണ്ട തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും ദേശീയ പതാകകൾ ഏന്തിയുമായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം. കൊടും തണുപ്പും മോശം കാലാവസ്ഥയും അവഗണിച്ചാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വൻ ജനസഞ്ചയം തെരുവിലിറങ്ങിയത്. ഗ്രീൻലാൻഡിന്മേൽ ഡെൻമാർക്കിനുള്ള പരമാധികാരത്തെ ട്രംപ് ചോദ്യം ചെയ്തതും USന്റെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അനിവാര്യമാണെന്ന വാദവുമാണ് ജനങ്ങളെ ചൊടിപ്പിച്ചത്. ഡെൻമാർക്കും യൂറോപ്യൻ യൂണിയനും ഈ നീക്കത്തെ എതിർത്തതിനെ തുടർന്ന് 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% അധിക നികുതി ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അടുത്തിടെ നടന്ന സർവേകൾ പ്രകാരം 85%-ലധികം ഗ്രീൻലാൻഡ് നിവാസികളും അമേരിക്കയുടെ ഭാഗമാകുന്നത് ശക്തമായി എതിർക്കുന്നുണ്ട്. കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി US സൈനിക സന്നാഹം ശക്തമാക്കുന്നു. കരീബിയൻ, ലാറ്റിൻ അമേരിക്കൻ മേഖലകളിലെ US സൈനിക നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന US സദേൺ കമാൻഡ് പ്രമുഖ വിമാനവാഹിനി കപ്പലായ USS നിമിറ്റ്സും അതിനു കീഴിലുള്ള യുദ്ധക്കപ്പൽ വ്യൂഹവും കരീബിയൻ കടലിൽ എത്തിയതായി സ്ഥിരീകരിച്ചു. USന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ആക്രമണമുണ്ടായാൽ അത് വലിയൊരു ചോരപ്പുഴയിൽ കലാശിക്കുമെന്ന് ക്യൂബൻ നേതൃത്വം USന് കടുത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു.
വെനസ്വേലയിലെ US അട്ടിമറി ഓർമ്മിപ്പിക്കുന്ന വിധം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ക്യൂബയ്ക്ക് നേരെ സമ്മർദ്ദവുമായി അമേരിക്ക. കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി US സൈനിക സന്നാഹം ശക്തമാക്കുന്നതായാണ് റിപ്പോർട്ട്. പ്രമുഖ വിമാനവാഹിനി കപ്പലായ USS നിമിറ്റ്സും അതിനു കീഴിലുള്ള യുദ്ധക്കപ്പൽ വ്യൂഹവും കരീബിയൻ കടലിലെത്തിയതായി അധികൃതർ സ്ഥിരീകരിച്ചു. കരീബിയൻ, ലാറ്റിൻ അമേരിക്കൻ മേഖലകളിലെ US സൈനിക നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന US സദേൺ കമാൻഡാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം നീക്കം നടത്തുന്നത്. ക്യൂബയ്ക്കെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി സ്വീകരിച്ചാൽ ക്യൂബൻ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ച് US രഹസ്യാന്വേഷണ വിഭാഗം വിശകലനങ്ങൾ നടത്തിവരികയാണെന്നാണ് റിപ്പോർട്ടുകൾ. ക്യൂബയിൽ നിന്നുള്ള സാധ്യമായ തിരിച്ചടികളെയും പ്രതിരോധ നീക്കങ്ങളെയും കുറിച്ച് വിലയിരുത്തലുകൾ US ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ആരംഭിച്ചതായി പ്രമുഖ രാജ്യാന്തര വാർത്താമാധ്യമമായ CBS റിപ്പോർട്ട് ചെയ്തു. ക്യൂബ ആക്രമിക്കപ്പെട്ടാൽ ഉണ്ടാകാനിടയുള്ള തിരിച്ചടിയെ US എങ്ങനെ നേരിടുമെന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് സൂചനകൾ. US ക്യൂബയ്ക്ക് മേൽ എണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ഇതിനു പുറമെ US വൻകരയെ ആക്രമിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സൈനിക ഡ്രോണുകൾ ക്യൂബ കൈക്കലാക്കിയെന്ന വാർത്തകൾ പുറത്തു വന്നതും ട്രംപിനെ ചൊടിപ്പിച്ചു. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമായി 300-ലധികം മിലിറ്ററി ഡ്രോണുകൾ ക്യൂബ വാങ്ങിയിട്ടുണ്ടെന്നും US ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ അവർ പദ്ധതിയിടുന്നുവെന്നും പ്രമുഖ മാധ്യമമായ ആക്സിയോസിസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാണ് മേഖലയിലെ പെട്ടെന്നുള്ള സൈനിക വിന്യാസത്തിന് USനെ പ്രേരിപ്പിച്ചത്. USന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ആക്രമണം ഉണ്ടായാൽ ഇത് വലിയൊരു ചോരപ്പുഴയിൽ കലാശിക്കുമെന്ന് ക്യൂബൻ നേതൃത്വം USന് കടുത്ത മുന്നറിയിപ്പ് നൽകി. ക്യൂബയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് US പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. എന്നാൽ ക്യൂബയുമായി ചർച്ചയ്ക്കുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമങ്ങളോട് പറഞ്ഞത്. തങ്ങൾ ഒരു രാജ്യത്തിനും ഭീഷണിയല്ല എന്നും എന്നാൽ രാജ്യം ആക്രമിക്കപ്പെട്ടാൽ സ്വയം പ്രതിരോധിക്കാൻ ക്യൂബ സജ്ജമാണെന്നും പ്രസിഡന്റ് മിഗുൽ ഡിയാസ് കാനാൻ വ്യക്തമാക്കി. ക്യൂബ അമേരിക്കയ്ക്ക് മറ്റേതെങ്കിലും രാജ്യത്തിന് ഒരു തരത്തിലും ഭീഷണി ഉയർത്തുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു ചോരപ്പുഴയ്ക്ക് കാരണമാകുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒരു സൈനിക ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള സമ്പൂർണവും നിയമപരവുമായ അവകാശം ക്യൂബയ്ക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ ക്യൂബൻ അംബാസഡർ ഏണസ്റ്റോ സൊബറോൺ ഗുസ്മാനും ഇതേ മുന്നറിയിപ്പ് ആവർത്തിച്ചു. ആരെങ്കിലും ക്യൂബയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ക്യൂബ ശക്തമായി തിരിച്ചടിക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. UK-യിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ഹോങ്കോങ്ങിൽ നിന്നുള്ള 200-ലധികം കുടിയേറ്റക്കാർ. ഹോങ്കോങ് കത്തോലിക്കർ തങ്ങളുടെ വിശ്വാസത്തോടുള്ള ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നുവെന്ന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക മെത്രാൻ സമിതി. ബ്രിട്ടനിൽ താമസമാക്കിയ ഹോങ്കോങ് കുടിയേറ്റക്കാരിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ കത്തോലിക്ക സഭയിൽ അംഗമായി. ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി 246 പേരെയാണ് UK സഭ സ്വാഗതം ചെയ്തതെന്ന് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് അറിയിച്ചു. ഹോങ്കോങ്ങിൽ നിന്നുള്ള കുടിയേറ്റക്കാരിൽ 246 പേരെ ഈസ്റ്റർ ദിനത്തിൽ UK-യിലെ 10 നഗരങ്ങളിലായി നടത്തപ്പെട്ട ഈസ്റ്റർ വിജിൽ പ്രാരംഭ കൂദാശകളുടെ സ്വീകരണത്തിലൂടെ കത്തോലിക്ക സഭയിൽ അംഗങ്ങളാക്കി. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിന്റെ മൈഗ്രൻസ് ആൻഡ് റെഫ്യൂജീസ് വിഭാഗത്തിന്റെ ചുമതലയുള്ള പോൾ മാക്കലീനൻ ഹോങ്കോങ് കത്തോലിക്ക സമൂഹത്തിന്റെ വിശ്വാസ സാക്ഷ്യത്തെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമീപ വർഷങ്ങളിൽ താമസമാക്കിയ ഹോങ്കോങ് കത്തോലിക്കർ തങ്ങളുടെ വിശ്വാസത്തോടുള്ള ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നുവെന്ന് ബിഷപ്പ് മക്കാലീനർ പറഞ്ഞു. അവരുടെ സന്തോഷവും ആത്മാർത്ഥതയും വിശ്വാസവും മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈസ്റ്റർ ദിനത്തിൽ സഭയിൽ പ്രവേശിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്ത എല്ലാവർക്കും അദ്ദേഹം സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. ബ്രിട്ടനിലെ കത്തോലിക്ക സമൂഹത്തിൽ ഹോങ്കോങ് കുടിയേറ്റക്കാരുടെ സജീവ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയായാണ് ഈ കൂട്ടായ്മയെ സഭാ നേതൃത്വം വിലയിരുത്തുന്നത്. ദിവസത്തിൽ 14 മണിക്കൂർ പ്രാർത്ഥന, 3 മണിക്കൂർ ജോലി, 2 മണിക്കൂർ പഠനം, 5 മണിക്കൂർ ഉറക്കം. സമ്പന്ന ജീവിതം ഉപേക്ഷിച്ച് ലെബനനിലെ ഹോളി വാലിയിൽ താപസ ജീവിതം നയിക്കുന്ന ഫാദർ ഡാരിയോ എസ്കോബാർ നിത്യതയിലേക്ക് യാത്രയായി. 25 വർഷത്തെ പ്രാർത്ഥനയ്ക്കും ഏകാന്ത താപസ ജീവിതത്തിനും ശേഷം ലെബനീസ് മാരണേറ്റ് സന്യാസ സമൂഹത്തിലെ കൊളംബിയൻ സന്യാസി ഫാദർ ഡാരിയോ എസ്കോബാർ നിത്യതയിലേക്ക് യാത്രയായി. ലെബനീസ് മാരണേറ്റ് സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. ലെബനനിലെ ഖദീസ ഹോളി വാലിയിൽ താപസ ജീവിതം നയിക്കുകയായിരുന്നു. കൊളംബിയയിലെ മെഡലിൽ നഗരത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ സൈക്കോളജിസ്റ്റായി മണിക്കൂറിന് $2000 വരുമാനമുള്ള മികച്ച ജോലി ചെയ്തിരുന്ന അദ്ദേഹം ദേവവിളിയെ തുടർന്ന് അതെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു. US-ൽ വെച്ച് ഒരു ലെബനീസ് വൈദികനെ പരിചയപ്പെട്ടതോടെയാണ് ലെബനനിലെ സന്യാസ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം അറിയുന്നത്. തുടർന്ന് 1990-കളിൽ അദ്ദേഹം ലെബനനിലെത്തുകയും ലെബനീസ് മാരണേറ്റ് സന്യാസ സമൂഹത്തിൽ ചേരുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പൂർണ്ണ ഏകാന്ത സന്യാസ ജീവിതത്തിലേക്ക് തിരിഞ്ഞത്. ഒരു സാധാരണ കട്ടിലിനു മുകളിൽ കട്ടിയുള്ള മരപ്പലക വിരിച്ചായിരുന്നു ഉറക്കം. തലയിണയ്ക്ക് പകരം ഒരു വലിയ കല്ലാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. സ്വന്തം
സ്വന്തം തോട്ടത്തിൽ കൃഷി ചെയ്തിരുന്ന ഉരുളക്കിഴങ്ങ്, ഉള്ളി, പയർവർഗ്ഗങ്ങൾ എന്നിവ മാത്രമാണ് ആഹാരമാക്കിയിരുന്നത്. പത്രം, ഫോൺ, ടെലിവിഷൻ, റേഡിയോ, ഇന്റർനെറ്റ് എന്നിവയൊന്നും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. ഒരു ദിവസം പോലും തെറ്റിക്കാതെ വളരെ കർശനമായ സമയക്രമമാണ് അദ്ദേഹം പിന്തുടർന്നിരുന്നത്. 14 മണിക്കൂർ പ്രാർത്ഥനയും ധ്യാനവും, 3 മണിക്കൂർ സ്വന്തം കൃഷിത്തോട്ടത്തിലെ ജോലിയും, 2 മണിക്കൂർ ആത്മീയ പുസ്തകങ്ങളുടെ വായനയും പഠനവും, 5 മണിക്കൂർ ഉറക്കവും അദ്ദേഹത്തിന്റെ ജീവിതചര്യയായിരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു മനുഷ്യ തലയോട്ടി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കാനും അതിനായി സ്വയം ഒരുങ്ങുവാനുമാണ് അതവിടെ വെച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പണം എന്നെ ഒരിക്കലും സന്തോഷിപ്പിച്ചിട്ടില്ല. അതെനിക്ക് തലവേദനകൾ മാത്രമാണ് തന്നത്. എന്നാൽ ഈ പൂർണ്ണ ദാരിദ്ര്യത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഈ സമാധാനം ലോകത്തിലെ ഒരു വലിയ നിധിക്കും പകരം വെക്കാനാവില്ല എന്നായിരുന്നു തന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.